അമ്മേ, അമ്മ ഒന്ന് പുറത്തേക്ക് വരൂ. എന്തിന്? ഒന്ന് വാ. അമ്മേ ഒന്ന് വന്നേ. ശമേ വാ. ജപ്തി നടപടികൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ പോവുക. $15 ലക്ഷം ക്യാഷ് ചെക്ക് ദായി നിൽക്കുന്ന ശ്യാമ തന്നു കഴിഞ്ഞു. ബാങ്ക് ഡീറ്റെയിൽസ് എടുത്തു. ക്യാഷ് ഓക്കെയാണ്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ പോകുന്നു. ശരി. താങ്ക് യു സർ. ബാങ്കുകാരും കാഴ്ചക്കാരും എല്ലാരും പോയി. ഇനി സസ്പെൻഷൻ SIയും അമ്മയും പുറപ്പെടുകയല്ലേ? ഈ നോട്ടവും ഭീഷണിയൊക്കെ അശ്വതിയോടും ഞങ്ങളോടൊക്കെ കുറെ കാണിച്ചതാ. ഇനി ഇത് വേണ്ട, ഓർമ്മയിലിരിക്കട്ടെ. വേഗം പോവാൻ നോക്കടാ. നിങ്ങൾ രണ്ടാളെ ശരിക്കൊന്ന് കാണുന്നുണ്ട് ഞാൻ. ആ കാണണം. പോ. ഓടോ. ഹലോ, കൊണ്ടുവന്ന താലി എടുക്കാൻ പറഞ്ഞില്ലല്ലോ അല്ലേ? ശ്യാമേ, ശ്യാമേ, വലിയൊരു ആപത്തിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചു. നന്ദി. ചേച്ചി ഞങ്ങളോട് നന്ദി പറയാനോ? ഇത് ഞങ്ങളുടെ കടമയല്ലേ. ഞങ്ങൾ അതാ ചെയ്തത്. ഇനിയെങ്കിലും ചേച്ചി സമാധാനായിട്ടിരിക്കണം. അല്ല, നിങ്ങൾ എങ്ങനെ കൃത്യസമയത്ത് തന്നെ ജപ്തി വിവരം അറിഞ്ഞേ? അതറിയിക്കേണ്ടവര് ഞങ്ങളെ അറിയിച്ചു. അറിയിക്കേണ്ടവരോ? മറ്റാരുമല്ല, നമ്മുടെ ശ്രീകുട്ടി. അല്ല, ശ്രീകുട്ടി? അതാ ശ്രീകുട്ടിയുടെ മിടുക്കെന്ന് പറയുന്നത്. അമ്മയുടെ ഫോൺ. അരുണങ്കിളിനെ വിളിക്കാം. അരുണങ്കിള് വരട്ടെ, ആ SI ഇടിച്ച് റെഡിയാക്കും. അബി, ഹലോ അബി. അല്ല അങ്കിൾ, ശ്രീകുട്ടിയാ. എന്താ മോളെ? അങ്കിൾ, ഇവിടെ വലിയ പ്രശ്നമാ. മോളെ, എന്ത് പ്രശ്നം? എന്താ മോളെ പറയേ? അങ്കിൾ, അത് അങ്കിൾ, എന്നെ SI മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുവാ. അയ്യോ, വേഗം വന്ന് എന്നെ എന്റെ അമ്മയെ രക്ഷിക്കണേ അങ്കിളെ. മോളെ, മോള് പേടിക്കണ്ട. അങ്കിൾ ഇപ്പൊ വരാം. ശ്രീകുട്ടി, മോള് ഫോൺ വെച്ചോ. മോള് പേടിക്കണ്ട കേട്ടോ. ശരി അങ്കിൾ. ആ ജയേഷ്, അവനെ ഞാനിന്ന് കൊല്ലും.
ശ്യാമിന്ന് ഓഫീസിൽ വന്നില്ലെങ്കിലും പ്രശ്നമില്ല, എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം. അത് സാരമില്ല സർ. ഞാൻ വന്ന ആദ്യം കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ. അത് ശരി. ഏട്ടാ എന്താ എന്തു പറ്റി? അതാക്കി എല്ലാം ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം. എനിക്ക് ആ ജയേഷനെ ഒന്ന് കാണണം. അവനെ ഞാനൊന്ന് റെഡിയാക്കി. ഏട്ടാ എന്താ കാര്യം ഒന്ന് പറ. അഖി ഒന്നും പറഞ്ഞിരിക്കാൻ ഇപ്പൊ സമയമില്ല. അവൻ അബിയുടെ വീട്ടില് അവിടെ വലിയ വിഷയം ഉണ്ടാക്കുക. മോളെ ശ്രീകുട്ടിയെ പിടിച്ച് റൂമിൽ പൂട്ടിയിട്ടിരിക്കുക. ഇന്നത്തോടെ ആ ജയേഷിന്റെ അവസാനം. അറിഞ്ഞേട്ടാ നിക്ക്. കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ആദ്യം ഞാൻ പോയി ആ പ്രശ്നം ഒന്ന് തീർക്കട്ടെ. അറിഞ്ഞേട്ടാ എന്താ കാര്യമെന്ന് ഞങ്ങളും കൂടി ഒന്ന് അറിയട്ടെ. ശ്യാമേ അത് ഏട്ടാ പറയ കേക്കട്ടെ. അവിടെ ആ ജയേഷ് ഏട്ടാ സർ, ഈ അവസരത്തിൽ അരുണേണ്ണ അവിടെ ചെന്നാൽ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അരുണേണ്ണ തടയണം. ചെല്ല്. അരുണേട്ടാ നിക്ക്. ഏട്ടനിപ്പോ ആ വീട്ടിൽ പോയാൽ ശരിയാവില്ല. അഖി ഞാൻ പോവാതെ പിന്നെ എങ്ങനെയാ? എനിക്ക് പോയേ പറ്റൂ. എന്റെ പൊന്ന് അരുണേട്ടാ, അത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളൂ. അരുണേണ്ണ ഇപ്പൊ അങ്ങോട്ടേക്ക് പോകണ്ട. ശ്യാമേ പിന്നെ എന്റെ മോള് അബി അവരാരാ നോക്കുക? ഏട്ടാ ഞാനും അഖിൽ സാറും ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ ഞങ്ങൾ അശ്വതീശയുടെ വീട്ടിലേക്ക് പോവാ. അതെ അരുണേട്ടാ, എന്ത് പ്രശ്നമാണെങ്കിലും ഞങ്ങൾ അത് പരിഹരിച്ച് തിരിച്ചു വരൂ. അഖി ഏട്ടാ എന്നെ അഖിൽ സാറിനെ ഏട്ടന് വിശ്വാസമില്ലേ? അശ്വതീച്ചി എന്ന് പറഞ്ഞാ എനിക്ക് എന്റെ സ്വന്തം ചേച്ചി തന്നെയാ. ശ്രീകുട്ടി ഞങ്ങളുടെ മോളും. അക്കാര്യത്തിൽ അരുണേണ്ണ തർക്കമില്ലല്ലോ. ഏട്ടാ ഈ പ്രശ്നം ഞങ്ങൾ ഉറപ്പായിട്ട് സോൾവ് ചെയ്യും. അരുണേട്ടൻ ഞാൻ ഉറപ്പ് തരാം. ഏട്ടാ സമാധാനായിരിക്കുക. എല്ലാം ഞാനും അഖിൽ സാറും ഏറ്റു. ശരിയാ, നിങ്ങൾ പറഞ്ഞതാ ശരി. ഞങ്ങൾ പോയിട്ട് വരാട്ടാ. ശമീപ്പ ശ്രീകുട്ടി മോളെ, അമ്മേ ശ്രീകുട്ടി, എന്റെ മോളെ. ആ എസ് ഐ എവിടെ അമ്മേ? പോയി മോളെ. ശ്യാമേച്ചി അഖിലങ്ങൾ ഓടിച്ചു വിട്ടു. ആണോ? നല്ല ശ്യാമേച്ചി. അപ്പോ ഉമ്മ എനിക്കില്ലേ? അങ്കിളിനുണ്ട്. അമ്മ എന്താ അവിടെ മാറി നിൽക്കുന്നേ? വരൂ. അമ്മേ ഇനി പേടിക്കണ്ട. ബാങ്കിൽ ബാക്കി അടയ്ക്കാനുള്ള തുകയും നമുക്ക് അടയ്ക്കാം. ഇനി അതോർത്ത് ടെൻഷനാവണ്ട. എന്താവശ്യമുണ്ടെങ്കിലും അമ്മ ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത്. ആത്മാർത്ഥമായിട്ടായി പറയുന്നത്. കേട്ടോ അമ്മ? ശരിയെന്നാ ഞങ്ങൾ ഇറങ്ങാം. പോവാണോ? ആ പോയിട്ട് അത്യാവശ്യമുണ്ട് മോളെ. അശ്വതീച്ചി ഞങ്ങൾ ഇറങ്ങട്ടെ. ശ്യാമേ,
അല്ല, നീ ഇവിടെ വന്നിരിക്കുകയാണോ? ഞാൻ നിന്നെ എവിടെയെല്ലാം നോക്കി. എന്താ മമ്മി, എന്താ കാര്യം? ഒരു അത്യാവശ്യത്തിന് ഒരു 10 lakhs എടുക്കണം. എനിക്കൊരു എമർജൻസിയാ, പിന്നെ തിരിച്ചു തരാം. മമ്മി വിചാരിച്ച അത്രയും ക്യാഷ് ഇപ്പം മറിക്കാൻ പറ്റില്ല. 10 ലക്ഷം രൂപയോ? എന്റെ മമ്മി, എന്റെ കയ്യിൽ ഇപ്പൊ 10,000 രൂപ പോലും എടുക്കാനില്ല, പിന്നെയല്ലേ 10 ലക്ഷം? ക്യാഷ് കിട്ടിയേ പറ്റൂ, അത്ര അത്യാവശ്യമോ എന്ന് കരുതി ഇത്ര രൂപ ഞാനിപ്പോ എവിടെ നിന്ന് എടുത്തു തരാനാ? എന്ന് പറഞ്ഞാ പറ്റുമോ? അത്രയും ക്യാഷ് എനിക്ക് അത്യാവശ്യമുണ്ട്. മമ്മി ചോദിക്കുമ്പോ ക്യാഷ് ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാ? ഹ, അല്ലെങ്കിൽ തന്നെ മമ്മി എന്തൊക്കെ പറഞ്ഞ ഇവിടെ വന്നത്? ശ്യാമയെ കൊല്ലും, തിന്നും, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നശിപ്പിക്കും. ഓ, എന്തൊക്കെ ബഹളമായിരുന്നു. എന്നിട്ട് ഇത്ര ദിവസമായിട്ട് എന്തെങ്കിലും നടന്നോ? ഇല്ലല്ലോ. ശ്യാമ ഇപ്പോഴിവിടെ ഓടിച്ചാടി ഹാപ്പി ആയിട്ട് നടക്കുക. മമ്മി വെറുതെ പാചകം മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനല്ല, എനിക്ക് ശരിക്കും അവസരം കിട്ടാഞ്ഞിട്ടാ, അതാ കാര്യം. എന്തോ എനിക്കിപ്പോ ആ വിശ്വാസം തോന്നുന്നില്ല. നീ നോക്കിക്കോ, എത്രയും വേഗം ശ്യാമയുടെ കുഞ്ഞിന്റെ കാര്യത്തിലേ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും, ഉറപ്പ്. നീ ഇപ്പൊ അത്യാവശ്യമായിട്ടെ ഞാൻ പറഞ്ഞ രൂപ എന്റെ അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യും. ആദ്യം അത് നടക്കട്ടെ. മമ്മി, ഞാൻ പറഞ്ഞത് സത്യം. എന്റെ അക്കൗണ്ടിൽ ഒരു 10,000 രൂപ തികച്ചില്ല. ഇല്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? മമ്മിക്ക് അറിയില്ലേ, എനിക്കിപ്പോ കമ്പനി ചെയർപേഴ്സൺ സ്ഥാനമില്ല. അതാ പ്രശ്നം. കമ്പനി ചെയർപേഴ്സൺ ചുമതല ഉണ്ടായിരുന്നപ്പോ കമ്പനിയിൽ നിന്ന് പല വിധത്തില് ഞാൻ ലക്ഷങ്ങളെ തിരിമറി നടത്തിയിട്ടുണ്ട്. അതിന്നൊക്കെ മമ്മി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ. ഇന്ന് അതെല്ലാം ശ്യാമ കൈയടക്കി വെച്ചിരിക്കുക. എനിക്കിനൊരു 10 ലക്ഷം എന്നല്ല, 1 ലക്ഷം രൂപ പോലും സംഘടിപ്പിക്കാൻ പറ്റില്ല. ആകെ പെട്ട അവസ്ഥയില്ല ഞാൻ. മോളെ, ഞാൻ പറയുന്നത് മമ്മി ഇനി ഒന്നും പറയണ്ട. എന്നെ കൊണ്ട് മമ്മിയെ സഹായിക്കാൻ നിവൃത്തിയില്ല. സോറി. അമ്മയും മോളും എന്താ ഇങ്ങനെ തമ്മിൽ ഉടക്കാണെന്ന് തോന്നുന്നില്ല. എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ കുടുംബത്തിന് ദോഷം ഉണ്ടാക്കുന്ന എന്തോ കാര്യ. അതെന്താന്ന് കണ്ടുപിടിക്കണം. ശ്യാമേ, ഇതെന്തെങ്കിലും എടുത്ത് കഴിക്ക്. വയറ് വിശന്നിരിക്കണ്ട. ഞാൻ ചായ റെഡിയാക്കി തരാം. ഇപ്പൊ ഒന്നും വേണ്ട എടുത്തേ. ഉള്ളിലെ ഒരു കുഞ്ഞുവാവുള്ളതാ, വിശന്നിരിക്കാൻ പാടില്ല. സാരമില്ല, എനിക്ക് വിശക്കുന്നില്ല എടുത്തേ. അമൃത എടുത്തി, എനിക്കൊരു സംശയം തോന്നുക. സംശയോ? ഇപ്പോ ഐശ്വര്യടുത്തെ അമ്മയും തമ്മിൽ ചെറുതായിട്ടൊരു വഴക്ക് നടന്നു. അവര് പറയുന്ന എല്ലാം ഞാൻ കേട്ടില്ല, എന്നാലും കുറച്ചു ഭാഗം ഞാൻ കേട്ടു. അവര് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതിന് നമുക്കെന്താ? ഐശ്വര്യക്കാളും ഡബിൾ പ്രശ്നക്കാരി അവളുടെ അമ്മ. അതല്ല എടുത്തി, നമ്മുടെ വീടും കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ തിരിമറികൾ ഐശ്വര്യടുത്ത് ചെയ്തിട്ടുണ്ട്, അതുറപ്പാ. എന്ത് തിരിമറി? ഒന്നും എനിക്ക് അത്ര വ്യക്തമല്ല, പക്ഷേ കമ്പനിക്കും ഈ വീടിനും ദോഷമുണ്ടാക്കുന്ന എന്തൊക്കെയോ അവർ ചെയ്തിട്ടുണ്ട്. ഇതങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ല. അവര് തന്ത്രത്തിൽ നിന്ന് ഇവിടെയുള്ള എല്ലാവരെയും പറ്റിക്കുകയാണെന്ന് തോന്നുന്നത്. നമ്മുടെ കുടുംബത്തിനും കമ്പനിക്കും ദോഷം ചെയ്യുന്ന ഒന്നും ആരെയും ചെയ്യാൻ സമ്മതിച്ചൂടാ. എടുത്തി, അതെന്താണെന്ന് നമുക്ക് കണ്ടെത്തണം. പക്ഷെ എങ്ങനെ? അരുണേണ്ണോട് കൂടി ഇക്കാര്യം പറഞ്ഞാലോ അത് പ്രശ്നമാവോ? എന്ത് പ്രശ്നം? അരുണാവുമ്പോ കൂടുതൽ ഐശ്വര്യയും അവളുടെ അമ്മയെ ശ്രദ്ധിക്കാൻ പറ്റും. വരട്ടെ, നമുക്ക് നോക്കാം. പക്ഷെ നോക്കാനൊന്നുമില്ല. അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ദോഷകരമായ നീക്കം ഉണ്ടാവുമെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ചുമതല നമുക്ക് തന്നെയാ, അതിൽ സംശയമില്ല. ഈശ്വര, ഐശ്വര്യയുടെ കയ്യിലും ക്യാഷില്ലല്ലോ. 10 ലക്ഷം രൂപ ഉടനെ വേണമെന്ന് താനും.
ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ശ്ശോ. മമ്മി ദേ കണ്ടോ, അരുണാ വന്നത്. നേരെ എത്രയെന്നറിയോ? അശ്വതിയെ കാണാൻ പോയിട്ട് വരുവാ. അത് ചോദിക്കാനും പറയുന്ന ഇവിടെ ആരും ഇല്ലതാനും. ഞാൻ നിന്റെ പക്ഷം പിടിച്ച് വഴക്ക് പറയാൻ നിന്നിട്ട് എന്താ കാര്യം? അത്യാവശ്യം കുറച്ച് ക്യാഷ് ചോദിച്ചിട്ട് നീ തന്നില്ലല്ലോ. അത് സത്യമായിട്ട് എന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാ മമ്മി. മമ്മി അരുണിനൊന്ന് നേരെയാക്കിത്താ. ക്യാഷ് നമുക്ക് സംഘടിപ്പിക്കാം. ഉറപ്പാണോ? അതെ, അരുണിനെ എന്റെ വരുതിയിൽ നിർത്തി തന്ന വസുന്ധരാമ്മയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടാണെങ്കിലും ഞാൻ ക്യാഷ് തരും. എന്നാ ഓക്കെ, അരുണിനെ നേരെയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. മമ്മി ദേ വരുന്നു. അരുൺ നിക്ക്. രാത്രി ഇപ്പൊ സമയം എത്രയെന്നാ വിചാരം? ചോദിച്ചത് കേട്ടില്ലേ? ഈ നട്ടപ്പാതിര വരെ നീ എവിടെയായിരുന്നെന്നാ ചോദിച്ചത്. ഈ വീട്ടിലെ ഗർഭിണിയായ ഒരു ഭാര്യ നിന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് ഇടയ്ക്ക് ഒരു നിമിഷം നീ ഓർക്കാത്തതെന്താ? എന്താ ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറയാത്തെ? നിക്കടാ അവിടെ. ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് പോയാ മതി. എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? രാത്രി ഇത്രയും സമയം നീ എവിടെയായിരുന്നു അത് പറ. എനിക്കിപ്പോ അത് പറയാൻ മനസ്സിലെങ്കിലോ? എന്നാലേ ശരിക്കും എന്റെ മമ്മി ആരാന്നറിയും. എന്നാ എനിക്കതൊന്നും അറിയണമല്ലോ. അതെടാ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറഞ്ഞിട്ട് നീ പോയാ മതി. ഐശ്വര്യ, നിന്റെ അമ്മയോട് കൈയെടുക്കാൻ പറയും. കൈയെടുക്കാൻ നിങ്ങളല്ലേ കൈയെടുക്കാൻ പറഞ്ഞു? നിങ്ങൾ എന്താ കൈയെടുക്കാണ്ട് പറഞ്ഞു? നീ എന്താ കരുതി? നിന്റെ അമ്മ എന്താ കാണിക്കുന്നത്? കൈയെടുക്കാൻ അമ്മ അരുണാ ഞങ്ങളെ തള്ളിയിട്ടത്. അയ്യോ, എന്താ അരുൺ, എന്താ ഇത്? നീ എന്താ ചെയ്തേ? താമസിച്ചു വന്നത് എന്താ ഏതാന്ന് എന്റെ മമ്മി ചോദിച്ചതിനാ ഈ ക്രൂരത ചെയ്തത്. എന്താ ഏട്ടാ, എന്താ ഇതൊക്കെ? ഇത്രയും നാള് മോളുടെ ശല്യം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പതേ അമ്മയുടെ. എന്താടാ, ഞാൻ നിന്നെ ചോദ്യം ചെയ്തതാ തെറ്റ്? എനിക്ക് അതിനുള്ള അവകാശമില്ലേ? എന്റെ ഈ പൊന്നു മോളെ ഇവിടേക്ക് വെറുതെ കൈപിടിച്ച് ഇറക്കി വിട്ടൊന്നുമല്ല. 4 ആള് കാണുകെ ആർഭാടമായിട്ട് വിവാഹവും നടത്തി അതിനു വേണ്ട സ്വർണവും പണവും ഒക്കെ തന്ന് പ്രതാപത്തിലാ ഇവിടെ ഇവിടേക്ക് അയച്ചത്. ഇല്ലേ? ഇല്ലെങ്കിൽ വസുന്ധര അടുത്ത് പറയട്ടെ, അല്ലെങ്കിൽ ദാ അമൃത നിൽക്കുന്നു, അവള് പറയട്ടെ. ഇല്ല ശ്യാമേ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? കണ്ടോ മമ്മി, ആരും ഒന്നും പറയുന്നില്ല. ഇവിടെ എല്ലാരും ഒറ്റക്കെട്ട, ഞാൻ മാത്രം ഒറ്റയ്ക്ക. പറ്റില്ല, അതിനി നടക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. വസുന്ധര അടുത്ത് പറയേ, ഇങ്ങനെയാണോ ഒരു മോനെ വളർത്തി വെച്ചിരിക്കുന്നത്? എന്നും എന്റെ മോളെ കണ്ണീര് കുടിപ്പിക്കാൻ ഇവൻ ആരാ അവകാശം കൊടുത്തേ? സുരഭി, അത് വേണ്ട, ന്യായീകരിക്കാൻ നിൽക്കണ്ട. ഈ വീടിന്റെ സംസ്കാരം എനിക്ക് മനസ്സിലായി. അല്ല, എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അതിന് മാത്രം ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചേ? എനിക്കറിയാം, എല്ലാത്തിനും ഒത്താശ ചെയ്യുന്ന നീയാ.